നൂറ്റാണ്ടിന്റെ തിളക്കത്തിൽ അറിവിന്റെ അക്ഷയപാത്രമായി AMUPS മോങ്ങം. 1924 വിദ്യയുടെ ഒരു ചെറിയ വിളക്കായി തുടക്കം കുറിച്ച ഈ കലാലയം ഇന്ന് ഒരു നൂറ്റാണ്ടു പിന്നിടുമ്പോൾ മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ സമാനതകളില്ലാത്ത ചരിത്രമാണ് രചിച്ചിരിക്കുന്നത്. 7 പതിറ്റാണ്ടിലേറെയായി തലമുറകൾക്ക് അറിവ് പകർന്നു നൽകിയ ഈ വിദ്യാലയം ഇന്ന് 1200ഓളം വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന ഒരു ബൃഹത്തായ വിജ്ഞാന കേന്ദ്രമാണ്. 1 മുതൽ 7ാം ക്ലാസ് വരെ നീളുന്ന പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ എയ്ഡഡ് മേഖലയിൽ ഗുണമേന്മയുള്ള പഠനവും മികച്ച സൗകര്യങ്ങളുമൊരുക്കി വിദ്യാലയം മാതൃകയാകുന്നു. പാരമ്പര്യത്തിന്റെ കരുത്തും ആധുനികതയുടെ വേഗതയും ഒരുപോലെ സമ്മേളിക്കുന്ന ഈ വിദ്യാലയത്തിന്റെ വിശേഷങ്ങളിലൂടെ പ്രവേശനോത്സവം. പുതുമഴയുടെ കുളിരും മണ്ണിലെ ഈർപ്പവും പെയ്തിറങ്ങിയ പ്രഭാതത്തിൽ അറിവിന്റെ പുതുലോകം തേടിയെത്തിയ കുരുന്നുകളെ വിദ്യാലയമുറ്റം ഒരു വർണ്ണവസന്തമായി വരവേറ്റു. ചായം തേച്ച കുഞ്ഞുടുപ്പുകളും പുതിയ ബാഗും കുടയുമായി വിസ്മയം നിറഞ്ഞ കണ്ണുകളോടെ വിദ്യാലയപ്പടി കടന്നെത്തിയ ആ കൊച്ചുമിടുക്കരെ ചെണ്ടമേളത്തിന്റെ താളക്കൊഴുപ്പും സ്കൂൾ ബാൻഡിന്റെ മനോഹരമായ ഈണങ്ങളും ചേർന്നാണ് വരവേറ്റത്. ഒരു അധ്യയന വർഷത്തിന്റെ വർണ്ണാഭമായ ഈ തുടക്കത്തിന് അധ്യാപകർക്കൊപ്പം PTA ഭാരവാഹികളും രക്ഷിതാക്കളും സാക്ഷ്യം വഹിച്ചപ്പോൾ ഓരോ കുട്ടിയുടെയും സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്ന സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ്. ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ നുകരാൻ ഒരുങ്ങുന്ന വിദ്യാലയമുറ്റത്ത് ആവേശകരമായ തിരഞ്ഞെടുപ്പ് ഗോതയിൽ പോരാട്ടവീര്യത്തോടെ കുട്ടി നേതാക്കൾ അണിനിരന്നു. കളിക്കൂട്ടുകാരുടെ വോട്ടുകൾ തേടി ക്ലാസ് മുറികളിലും വരാന്തകളിലും ആവേശം പടർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികൾ നടത്തിയ പ്രചാരണങ്ങളും വർണ്ണാഭമായ പോസ്റ്ററുകളും വിദ്യാലയത്തെ ഒരു യഥാർത്ഥ തിരഞ്ഞെടുപ്പ് വേദിയാക്കി മാറ്റി. ഓരോ വോട്ടും അറിവിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും അടയാളമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ സൗഹൃദവും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുതിയ നേതൃത്വത്തിന് വിദ്യാലയമുറ്റം സാക്ഷ്യം വഹിച്ചു. ഭരണഘടനയുടെയും നിയമവ്യവസ്ഥയുടെയും മഹത്വം കുരുന്നു മനസ്സുകളിലേക്ക് പകർന്നു നൽകിയ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വരുംകാല പൗരന്മാരെ വാർത്തെടുക്കുന്ന സുപ്രധാനമായ ഒരു ചുവടുവെപ്പായി മാറി. ദ സ്പീക്സ് വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച മാതൃസംഗമത്തിൽ BRC സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ജുംന നടത്തിയ ബോധവൽക്കരണ പ്രഭാഷണം അമ്മമാർക്ക് പുതിയൊരു ഉൾക്കാഴ്ചയായി. ഓരോ കുട്ടിയുടെയും സവിശേഷമായ കഴിവുകളെ തിരിച്ചറിയേണ്ടതിൻ്റെയും അവരെ ചേർത്തു പിടിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജുംന തൻ്റെ വാക്കുകളിലൂടെ വിശദീകരിച്ചു. പഠനത്തിലും പെരുമാറ്റത്തിലും കുട്ടികൾ നേരിടുന്ന വെല്ലുവിളികളെ അനുഭാവപൂർവം സമീപിക്കണമെന്നും അമ്മമാരുടെ നിരന്തരമായ പിന്തുണയും കരുതലുമാണ് അവരുടെ വളർച്ചയുടെ കരുത്തെന്നും അവർ ഓർമ്മിപ്പിച്ചു. അറിവും ആത്മവിശ്വാസവും പകർന്ന ആ പ്രസംഗം മക്കളുടെ ഭാവിക്കായി സ്വയം കരുത്തു നേടാൻ ഓരോ അമ്മയെയും പ്രാപ്തരാക്കുന്ന ഒന്നായി മാറി. ഇൻഡിപെൻഡൻസ് ഡേ ദേശസ്നേഹത്തിന്റെ തുടിപ്പുകൾ അലയടിച്ച വിദ്യാലയമുറ്റത്ത് ഭാരതത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. മഞ്ഞും മഴയും മാറി നിന്ന പ്രഭാതത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ അഭിമാനമായ ത്രിവർണ പതാക വാനിലുയർന്നപ്പോൾ ഓരോ ഹൃദയവും മാതൃഭൂമിയോടുള്ള ആദരവിലും അഭിമാനത്തിലും നിറഞ്ഞു തുളുമ്പി. ബലിദാനികളുടെ പോരാട്ട വീര്യവും ഓർമ്മകളും പുതുക്കിയ പ്രസംഗങ്ങളും കുട്ടികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികളും ചടങ്ങിന് വൈകാരികമായ ഒരു തലം നൽകി. നാനാത്വത്തിൽ ഏകത്വം എന്ന ഉന്നത ചിന്തയെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ ദേശരക്ഷയ്ക്കായി പ്രതിജ്ഞയെടുത്ത ഈ ദിനം സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മനോഹരമായ ഒരു സന്ദേശമായി. സ്കോളർഷിപ്പ് LSS USS നമ്മുടെ വിദ്യാലയത്തിന് ഏറെ അഭിമാനമായി മാറിയ 46 LSS USS സ്കോളർഷിപ്പ് നേടിയവരെയും അതിൻ്റെ പിന്നിലെ നേതൃത്വത്തെയും പ്രത്യേകം അഭിനന്ദിച്ചു. LSS വിഭാഗത്തിൽ അഫ്സൽ സാറിൻ്റെയും USS വിഭാഗത്തിൽ വിപിൻ സാറിൻ്റെയും ചിട്ടയായ പരിശീലനവും ഉജ്ജ്വലമായ നേതൃത്വവുമാണ് ഇത്രയും മികച്ച വിജയം കൈവരിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിയത്.
പരീക്ഷകളിൽ ഉന്നത നിലവാരം പുലർത്തിയ 46 പ്രതിഭകളെയും അവർക്ക് വഴികാട്ടിയ അധ്യാപകരെയും വിദ്യാലയമുറ്റത്തു നടന്ന ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ഈ നേട്ടം വരും തലമുറയ്ക്ക് വലിയൊരു മാതൃകയാണെന്ന് HM ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സ്കൂൾ സ്പോർട്സ്. വളരെ ആവേശകരമായി നടന്ന സ്കൂൾ കായികമേളയിൽ 4 ഹൗസുകൾ തമ്മിൽ മാറ്റുരച്ച വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ റെഡ് ഹൗസ് ജേതാക്കളായി. ഇർഫാൻ സാറിന്റെ തന്ത്രപരമായ നേതൃത്വത്തിനു കീഴിൽ റെഡ് ഹൗസ് താരങ്ങൾ നടത്തിയ മികച്ച പ്രകടനമാണ് അവരെ കിരീടമണിയിച്ചത്. ബ്ലൂ, ഗ്രീൻ, യെല്ലോ എന്നീ ഹൗസുകൾ റെഡ് ഹൗസിന് കടുത്ത വെല്ലുവിളി ഉയർത്തിയെങ്കിലും പോയിന്റ് നിലയിൽ മുന്നിലെത്തി റെഡ് ഹൗസ് ചാമ്പ്യൻ പട്ടം നിലനിർത്തി. കായിക താരങ്ങളുടെ കഠിനാധ്വാനവും കൃത്യമായ പരിശീലനവും പ്രകടമായ ഈ മേള വിദ്യാലയത്തിലെ കായിക ഉന്നതിയുടെ സാക്ഷ്യപത്രമായി മാറി. സ്കൂൾ കലാമേള. AMUPS മോങ്ങം വിദ്യാലയത്തിൽ ആവേശകരമായി നടന്ന കലാമത്സരങ്ങളിൽ ആർട്ട് ഫെസ്റ്റിൽ രാഗം, സ്വരം, നാദം എന്നീ 3 ഗ്രൂപ്പുകൾ തമ്മിൽ നടന്ന മാറ്റുരയ്ക്കലിൽ നാദം ഗ്രൂപ്പ് ഓവറോൾ ചാമ്പ്യന്മാരായി. ആഷിഫ മനാൽ ടീച്ചറുടെ മികവുറ്റ നേതൃത്വത്തിനു കീഴിൽ അണിനിരന്ന നാദം ഗ്രൂപ്പിലെ അംഗങ്ങൾ കലയുടെ വിവിധ വേദികളിൽ കാഴ്ചവെച്ച അസാമാന്യ പ്രകടനമാണ് അവരെ വിജയ കിരീടത്തിലേക്ക് എത്തിച്ചത്. രാഗം, സ്വരം എന്നീ ടീമുകൾ കടുത്ത മത്സരം കാഴ്ചവെച്ചെങ്കിലും പോയിന്റ് നിലയിൽ മുന്നിലെത്തി നാദം ഗ്രൂപ്പ് കലാതിലകങ്ങളായി മാറി. കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ പരിപോഷിപ്പിച്ച ഈ കലാവസന്തം വിദ്യാലയത്തിന് പുത്തൻ ഉണർവ് സമ്മാനിച്ചു. സ്പോർട്സ് ഗെയിംസ്. വിദ്യാലയത്തിന്റെ കായിക മികവിന് കരുത്തേകി ഫായ്സാറിന്റെ പരിശീലനത്തിനു കീഴിൽ ഫുട്ബോൾ, റെസ്ലിംഗ് മേഖലകളിൽ നമ്മുടെ സ്കൂൾ ഉജ്ജ്വല നേട്ടങ്ങൾ സ്വന്തമാക്കി. പുളിക്കലിൽ വെച്ചു നടന്ന KTF അറബിക് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ടൂർണമെന്റിലും കോഴിപ്പുറം സ്കൂളിൽ നടന്ന LP ഫുട്ബോൾ ടൂർണമെന്റിലും വിദ്യാലയ ടീം 2ാം റണ്ണേഴ്സപ്പ് സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ UP വിഭാഗം ടീമും KTF ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ കൊണ്ടോട്ടി സബ് ഡിസ്ട്രിക്ട് തലത്തിൽ റസ്ബക് സ്വർണ്ണ മെഡൽ നേടി. മലപ്പുറം ജില്ലാ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയതും വിദ്യാലയത്തിലെ ഷാമിൽ, നഷീദ്, മുഷ്ഫിൻ എന്നിവർ വെള്ളി മെഡലുകൾ നേടിയതും സ്കൂളിന് ഇരട്ടിത്തിളക്കമായി. കൂടാതെ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ 4 പേർ സിൽവർ മെഡൽ നേടിയപ്പോൾ 6 പേർ വെങ്കലം കരസ്ഥമാക്കി. കരാട്ടെ പരിശീലനം. ദേശീയ കരാട്ടെ ചാമ്പ്യൻ കോച്ച് ഷഹദിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കായി കരാട്ടെ പരിശീലനം ആരംഭിച്ചു. കുട്ടികളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സ്വയം പ്രതിരോധശേഷി കൈവരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അക്കാദമിക്, കായിക രംഗങ്ങളിൽ മികവ് തെളിയിക്കുന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകരാൻ മാസ്റ്റർ സഹദിന്റെ പരിശീലനം ഏറെ സഹായിക്കും. സബ് ജില്ലാ തലത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ തെളിയിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ ജൂഡോ ആൻഡ് റെസ്ലിംഗ് ഇനങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികളെ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് വാർത്തെടുക്കാൻ ശ്രമം തുടരുന്നു. അവാർഡ് വിതരണം. നേട്ടങ്ങളുടെ തിളക്കത്തിൽ പുരസ്കാര വിതരണം വിദ്യാലയത്തിന്റെ യശസ്സുയർത്തി. വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച പ്രതിഭകളെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച പുരസ്കാര വിതരണ ചടങ്ങ് പ്രൗഢഗംഭീരമായി നടന്നു. അക്കാദമിക് രംഗത്ത് വിദ്യാലയത്തിന് വലിയ അഭിമാനമായി മാറിയ 46 LSS USS വിജയികൾ ചടങ്ങിൽ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ തുടർച്ചയായ 3ാം വർഷവും സ്വർണം കരസ്ഥമാക്കിയ ദക്ഷയെയും ഖുർആൻ പാരായണത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഹംദാനെയും സബ് ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട റസ്ബാക്കിനെയും വെള്ളി മെഡലുകൾ നേടിയ മറ്റു വിദ്യാർത്ഥികളെയും ഉൾപ്പെടെ ചടങ്ങിൽ അനുമോദിച്ചു. റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വിദ്യാലയമുറ്റത്തു നടന്ന ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ റഷീദ് സാർ ദേശീയ പതാക ഉയർത്തുകയും റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു. PTA പ്രസിഡന്റ് ചടങ്ങിന് ആശംസകൾ നേരുകയും വിദ്യാലയത്തിന്റെ മുന്നേറ്റത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി.
ന്യൂ സ്പെഷ്യൽ ഇംഗ്ലീഷ് ടീച്ചേഴ്സ്. AMUPS മോങ്ങം വിദ്യാലയത്തിൻ്റെയും കിഡ്സ് ലാൻഡ് പ്രീ സ്കൂളിൻ്റെയും വിദ്യാഭ്യാസ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അധ്യാപകരെ മാനേജർ ഉമർ ഹാജി സാറിന്റെ നേതൃത്വത്തിൽ നിയമിച്ചു. ആഗോളതലത്തിൽ വിനിമയ ഭാഷയായ ഇംഗ്ലീഷിലുള്ള വൈദഗ്ധ്യം കുട്ടികളുടെ ഭാവി ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന തിരിച്ചറിവിലാണ് വിദ്യാലയ അധികൃതർ ഇത്തരമൊരു നൂതന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കേവലം പാഠപുസ്തകങ്ങൾക്കപ്പുറം ഇംഗ്ലീഷ് ഭാഷ ഒരു സ്വാഭാവിക ശൈലിയായി വളർത്തിയെടുക്കാനും കുട്ടികളുടെ ആശയവിനിമയ ശേഷിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാനും ഈ മാറ്റം സഹായിക്കുന്നു. വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ വിദ്യാലയത്തിലെ കുട്ടികൾ പുതിയ അധ്യാപകരുമായി ഇഴുകിച്ചേർന്നു കഴിഞ്ഞു. അവരുടെ വ്യത്യസ്തമായ അവതരണ ശൈലിയോടും ഭാഷാപ്രയോഗങ്ങളോടും കുട്ടികൾ താൽപ്പര്യമാണ് പ്രകടിപ്പിക്കുന്നത്. പുതിയ അധ്യാപകരുടെ കീഴിൽ സംഭാഷണങ്ങളിലൂടെയും വിനോദങ്ങളിലൂടെയും ഇംഗ്ലീഷ് പഠിക്കുന്നത് കുട്ടികൾക്ക് ആവേശകരമായ അനുഭവമാണ്. ഹോപ്പ്. അറിവിൻ്റെ ലോകത്ത് ആരും പിന്നിലാകരുത് എന്ന നിർബന്ധം മോങ്ങം AMUP സ്കൂളിനുണ്ട്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ചേർത്തു പിടിക്കാനും അവർക്ക് പ്രത്യേക കരുതലും ആത്മവിശ്വാസവും നൽകാനുമായി വിദ്യാലയം നടപ്പിലാക്കുന്ന മാതൃകാപരമായ പദ്ധതിയാണ് ഹോപ്പ് അഥവാ ഹെൽപ്പിംഗ് ഔട്ട് പീപ്പിൾ ഫോർ എഡ്യൂക്കേഷൻ. സാധാരണ ക്ലാസ് മുറികളിലെ വേഗതയ്ക്കൊപ്പം സഞ്ചരിക്കാൻ പ്രയാസപ്പെടുന്ന കുട്ടികളെ കണ്ടെത്തി അവരുടെ പഠന വൈകല്യങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കുക എന്നതാണ് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ലക്ഷ്യം. കേവലം പാഠപുസ്തകങ്ങൾക്കപ്പുറം സ്നേഹവും പ്രോത്സാഹനവും നൽകി ഓരോ കുട്ടിയുടെയും കഴിവിനനുസരിച്ചുള്ള പ്രത്യേക അധ്യാപന രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. കൊണ്ടോട്ടി ഉപജില്ലാ കലാകിരീടം. അഴിഞ്ഞിലം സ്കൂളിൽ വെച്ച് നടന്ന ഈ വർഷത്തെ കൊണ്ടോട്ടി ഉപജില്ലാ ഗാന്ധിദർശൻ കലാമേളയിൽ ഓവറോൾ കിരീടം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാലയം വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുന്നു. സ്കൂളിലെ ഉറുദു അധ്യാപകൻ ഉമർ മാഷിന്റെ ചടുലമായ നേതൃത്വത്തിന് കീഴിൽ അണിനിരുന്ന മോങ്ങം ഗാന്ധിദർശൻ ടീം ഉജ്ജ്വലമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. 100 വിദ്യാലയങ്ങൾ മാറ്റുരച്ച മത്സരവേദികളിൽ ഒപ്പന മുതൽ നാടൻ പാട്ടുകൾ വരെയും പ്രസംഗം മുതൽ ചിത്രരചന വരെയുമുള്ള ഇനങ്ങളിൽ നമ്മുടെ പ്രതിഭകൾ വിജയക്കൊടി പാറിച്ചു. അധ്യാപകരുടെ ചിട്ടയായ പരിശീലനവും രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണയുമാണ് സ്റ്റേജിലെ ഈ മിന്നും പ്രകടനത്തിനു പിന്നിലെ കരുത്ത്. സ്പെഷ്യൽ മോക്ക് ടെസ്റ്റ് ലേൺ ആൻഡ് സോൾവ്. വിദ്യാഭ്യാസ ലോകത്തെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് ഭരണകൂടങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നതിന് മുൻപേ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ നടപ്പിലാക്കിയ ചരിത്രമാണ് മോങ്ങം AMUP സ്കൂളിനുള്ളത്. കേവലം കാണാപാഠം പഠിക്കുന്ന പഠനരീതിയിൽ നിന്നും മാറി ചിന്തയ്ക്കും വിശകലനത്തിനും പ്രാധാന്യം നൽകുന്ന ഓപ്പൺ ബുക്ക് പരീക്ഷാരീതി അവധിക്കാലത്ത് നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കപ്പെട്ടു. പാഠപുസ്തകങ്ങളുടെ സഹായത്തോടെ ഉത്തരം കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം നൽകുമ്പോഴും കുട്ടികളുടെ വായനാശീലത്തെയും വിവരങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവിനെയും ഉണർത്തുന്നതായിരുന്നു ഈ പരീക്ഷാരീതി. അവധിക്കാലം വെറുതെ പാഴാക്കാതെ അറിവിൻ്റെ ലോകത്ത് കുട്ടികളെ സജീവമായി നിലനിർത്താൻ ഈ നൂതന പദ്ധതിക്ക് സാധിച്ചു. കാലത്തിനപ്പുറം ചിന്തിക്കുന്ന ഒരു വിദ്യാലയത്തിൻ്റെ ദീർഘവീക്ഷണമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. 2025-2026 അധ്യയന വർഷത്തെ AMUPS മോങ്ങം വിദ്യാലയത്തിൻ്റെ സമാനതകളില്ലാത്ത വിജയഗാഥ ഇവിടെ പൂർണ്ണമാകുന്നു. 46 LSS USS നേട്ടങ്ങളിലൂടെ അക്കാദമിക് മികവിൻ്റെ കൊടുമുടി കീഴടക്കിയും സബ് ജില്ലാ തലങ്ങളിൽ കായിക ശാസ്ത്ര കലാരംഗങ്ങളിൽ വിജയക്കൊടി പാറിച്ചും വിദ്യാലയം ഈ വർഷം ചരിത്രം കുറിച്ചു. കരാട്ടെ പരിശീലനത്തിലൂടെ ആർജിച്ച ആത്മവിശ്വാസവും നമ്മുടെ വിദ്യാർത്ഥികളെ നാളെയുടെ ആഗോള പൗരന്മാരായി വളർത്തുന്നു. പ്രധാന അധ്യാപകൻ അബ്ദുൾ റഷീദ് സാറിൻ്റെയും PTA-യുടെയും മാനേജർ ഉമർ ഹാജിയുടെയും നേതൃത്വത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും ഒരേ മനസ്സോട് പ്രവർത്തിച്ച ഈ വർഷം വിദ്യാലയത്തിൻ്റെ ജൈത്രയാത്രയിലെ സുവർണ അധ്യായമായി എക്കാലവും നിലകൊള്ളും. ഭാവിയിലെ വലിയ വിജയങ്ങളിലേക്ക് വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ കൊച്ചു ഡോക്യുമെന്ററിക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്.
വെളിച്ചത്തെ കാട്ടിയ മൂമിനുമേനി. Talk to me, numbers never lie, add it up, that's me.